ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജി ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ സ്പീഡിന് പോസിറ്റീവ് വാല്യൂ കാണും, സീറോ വാല്യൂ കാണും, ഒരിക്കലും എന്ത് കാണത്തില്ല? നെഗറ്റീവ് വാല്യൂ കാണത്തില്ല. സ്പീഡിന് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ കാണത്തില്ല. കാര്യം എന്താണ്? ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്. ആ ബോഡി ഇങ്ങോട്ട് പോട്ടെ, അല്ലെങ്കിൽ ആ ബോഡി ഇങ്ങോട്ട് പോട്ടെ, മൂവ് ചെയ്യട്ടെ. ഇങ്ങോട്ട് പോകുന്നെങ്കിൽ 5 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോകുന്നെങ്കിൽ അതും 5 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങോട്ട് പോയി. ഒരിക്കലും നിങ്ങൾ ഡയറക്ഷൻ പറയത്തില്ല. കാര്യം സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണത്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഇല്ല, അതുകൊണ്ട് നെഗറ്റീവ് പറയുമോ? ഇല്ല. സോ സ്പീഡിന് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ഇല്ല. സ്പീഡ് പോസിറ്റീവ് വാല്യൂ കാണും, അതുപോലെ സീറോ വാല്യൂ കാണും. സ്പീഡ് എപ്പോഴാണ് സീറോ വാല്യൂ കാണിക്കുന്നത്? സ്പീഡ് സീറോ വാല്യൂ കാണിക്കുന്നത് ബോഡി റെസ്റ്റിലാണെങ്കിൽ. ബോഡി റെസ്റ്റിലാണെങ്കിൽ മാത്രമായിരിക്കും സ്പീഡിൻ്റെ വാല്യൂ സ്പീഡ് സീറോ കാണിക്കത്തുള്ളൂ. സോ സ്പീഡ് സീറോ ആവണമെങ്കിൽ ബോഡി എന്തിലായിരിക്കണം? റെസ്റ്റിലായിരിക്കണം. ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ എങ്കിൽ സ്പീഡിന് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഒരിക്കലും സ്പീഡിന് നെഗറ്റീവ് വാല്യൂ ഉണ്ടാകുകയില്ല. അപ്പോൾ സ്പീഡിൻ്റെ കാര്യം മനസ്സിലായോ? സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിന് ഒരിക്കലും നെഗറ്റീവ് സൈൻ ഉണ്ടാവുകയില്ല, കാരണം ഡയറക്ഷൻ ഇല്ല. സ്പീഡിനാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. മൂവ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. റെസ്റ്റ് ആണെങ്കിൽ മാത്രമേ സ്പീഡ് സീറോ ആവുകയുള്ളൂ. ഓക്കെ, സ്പീഡ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ആവറേജ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് സ്പീഡും. നമുക്ക് നോക്കാം എന്താണ് ആവറേജ് സ്പീഡ്, എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഓക്കെ, സ്പീഡ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വെലോസിറ്റിയുടെ കാര്യം മനസ്സിലാവും. സോ നമുക്ക് നോക്കാം എന്താണ് ആവറേജ് സ്പീഡ്, എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. നമുക്ക് ആദ്യമേ അതിൻ്റെ കോൺസെപ്റ്റിൻ്റെ ഫീൽ നോക്കാം. ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഫീല് മനസ്സിലാക്കിയെടുക്കാം. ഇതെൻ്റെ വീടാണ്. ഉണ്ടോ? ഒരു പാവപ്പെട്ട ഒരു ചെറിയ വീടാണ് എൻ്റെ. ഇത് ഞങ്ങളുടെ സ്കൂളായിരുന്നു. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന വഴി ഇങ്ങനെയുള്ള വഴിയാണ്. സോ ഞാനാണെങ്കിൽ ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്? എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. ഞാൻ സഞ്ചരിച്ച് എനിക്ക് എവിടെ പോകണം? സ്കൂളിൽ പോകണം. സോ എൻ്റെ സൈക്കിളൊക്കെ ഉണ്ട്. ഞാൻ സൈക്കിളിലാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകാൻ പോവാണ്? സ്കൂളിലോട്ട് പോകാൻ പോവാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാമോ എൻ്റെ മോഷൻ എപ്പോഴും, എൻ്റെ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ? നിങ്ങൾക്ക് സൈക്കിൾ വിട്ട് നോക്ക്. ഏറ്റം വരുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ? കയറ്റം വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വെലോസിറ്റി കുറയും, അല്ലെങ്കിൽ സ്പീഡ് കുറയും. നല്ല ഇറക്കം, കുത്തനെ ഇറക്കമാണെങ്കിൽ നിങ്ങളുടെ സ്പീഡ് കൂടും. വഴിയരികിലാണെങ്കിൽ ആരെങ്കിലും കണ്ടുമുട്ടി നമ്മൾ നിർത്തി സംസാരിക്കും, അവിടെ സ്പീഡ് സീറോ ആയിരിക്കും. സോ നമ്മുടെ സ്പീഡ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയിരിക്കുമോ? അല്ല. അപ്പോൾ നമ്മളൊരു ബോഡി മൂവ് ചെയ്യുമെന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ബോഡി മൂവ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഒരേ സ്പീഡിൽ അങ്ങനെ മൂവ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ സ്പീഡ് വേരി ചെയ്യും. ഇവിടുത്തെ സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഇവിടുത്തെ ഇപ്പോൾ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറി. ഇവിടുത്തെ സ്പീഡ് 1 മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറി. ഇവിടെ നിർത്തി സംസാരിച്ചു, സോ 0 മീറ്റർ പെർ സെക്കൻഡായി. വീണ്ടും സമയം പോയെന്ന് പറഞ്ഞ് ഞാൻ സൈക്കിൾ സ്പീഡ് ചവിട്ടി, അപ്പോൾ എൻ്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡായി. ഞാൻ തളർന്നു, അപ്പോൾ 8 മീറ്റർ പെർ സെക്കൻഡായി. എങ്ങനെയെങ്കിലും സ്കൂളിലെത്തി, അത് 6 മീറ്റർ പെർ സെക്കൻഡിൽ സ്കൂളിലെത്തി. സോ എൻ്റെ സ്പീഡ് വ്യത്യസ്തമായിരുന്നു, വ്യത്യസ്തമായ സ്പീഡിലാണ് പോയത്. വിചാരിച്ചോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയണത്, ഇത്രയും ദൂരം ട്രാവൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് വിചാരിച്ചോ ഒരു 1000 മീറ്റർ ആണ്.
ഉണ്ടോ 1000 മീറ്റർ ആണ് ആകെ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ദൂരമാണ് ഞാൻ വ്യത്യസ്തമായ സ്പീഡിൽ ട്രാവൽ ചെയ്തത്. എനിക്ക് ഈ പോകാൻ ആവശ്യമായ ആകെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ടൈം, ഞാൻ സൈക്കിൾ ചവിട്ടിയ ആകെ സമയം, ടോട്ടൽ ടൈം ആകെ സമയം ഒരു 200 സെക്കൻഡായിരുന്നു. ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ നേരെ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചു, എന്നിട്ട് ഞാൻ സ്കൂളിലെത്തി, എന്നിട്ട് ഞാൻ കണക്കാക്കി എൻ്റെ സ്പീഡ് എത്രയാണ്. സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്നാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 1000 ആണ്. സമയം എത്രയാണ്? 200 ആണ്. സോ എനിക്ക് ആൻസർ കിട്ടി 5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലെത്തിയ എത്ര സ്പീഡിലാണ്? 5 മീറ്റർ പെർ സെക്കൻഡിലാണ്. പക്ഷേ എനിക്കറിയാം അങ്ങനെയല്ല, ഞാൻ വ്യത്യസ്തമായ സ്പീഡിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ എൻ്റെ മോഷൻ എന്തായിരുന്നു? നോൺ യൂണിഫോം മോഷൻ ആയിരുന്നു. മനസ്സിലാവണ്ടോ? എൻ്റെ മോഷൻ എന്താണ്? നോൺ യൂണിഫോം മോഷൻ. ഞാൻ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വ്യത്യസ്തമായ സ്പീഡിലാണ് സഞ്ചരിച്ചത്. സോ എൻ്റെ സ്പീഡ് നോൺ യൂണിഫോം ആയിരുന്നു. പക്ഷേ ഞാൻ സ്കൂളിൽ ചെന്നിട്ട് കണക്ക് കൂട്ടി നോക്കി, അപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന് മീനിങ് എന്താണ്? ഞാൻ ഒരേ സ്പീഡിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ ഇതെന്താണ്? ഈ സാധനം എന്താണ്? ഇതല്ല എൻ്റെ സ്പീഡ്. ഇതാണോ എൻ്റെ സ്പീഡ്? അല്ല. അപ്പോൾ ഇതെന്താണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് കുഞ്ഞുങ്ങളെ ആവറേജ് സ്പീഡ്. അപ്പോൾ എന്താണ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ ഒരു ടൈം ഇൻ്റർവൽ എടുക്കാൻ പോവുകയാണ്. ഞാൻ ഇത്രയും ഒരു ടൈം ഇൻ്റർവൽ എടുത്തു. എത്ര ടൈം ഇൻ്റർവലാണ്? 200 സെക്കൻഡ് എന്ന ടൈം ഇൻ്റർവൽ എടുത്തു. ഈ സമയത്തുണ്ട് ആവറേജ് സ്പീഡിനെ വിളിക്കുന്ന പേരാണ്, ആ സ്പീഡിൻ്റെ ആവറേജിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് സ്പീഡ്. സോ ആവറേജ് സ്പീഡിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ബോഡിയുടെ മീനിങ് എന്താണ്? ഈ ബോഡി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് എടുക്കുന്നത്. നമുക്കറിയാം ബോഡി യൂണിഫോം മോഷനിലാണോ? അല്ല. പക്ഷേ നോൺ യൂണിഫോം മോഷനെ, ക്രമരഹിതമായ മോഷനെ കൂടി നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? യൂണിഫോം മോഷനായിട്ട് കൺസിഡർ ചെയ്യാം. എന്ത് പരിഗണിച്ച് കഴിഞ്ഞാൽ ആ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ ആവറേജ് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ആവറേജ് സ്പീഡ് എപ്പോഴാണ് എടുക്കുന്നത്? നമുക്ക് ഒരു നോൺ യൂണിഫോം മോഷനുണ്ട്, സ്പീഡ് കൂടിയും കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിനെ യൂണിഫോം മോഷനിലേക്ക് കൊണ്ടുവരണം. യൂണിഫോം മോഷൻ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. സോ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. എന്ത് മോഷനാണെങ്കിൽ, യൂണിഫോം മോഷനാണെങ്കിൽ. ഇവിടെ സ്പീഡ് കൂടിയും കുറഞ്ഞും വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ ഇങ്ങനെയുള്ള നോൺ യൂണിഫോം മോഷനെ ആണെങ്കിൽ യൂണിഫോം മോഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി? ആവറേജ് സ്പീഡ് എടുത്താൽ മതി. സോ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമിനെ വിളിക്കുന്ന പേരാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് സ്പീഡ്. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓരോ നിമിഷവും സ്പീഡ് മാറിക്കൊണ്ടിരുന്നതാണ്. ഉണ്ടോ? ഓരോ നിമിഷവും സ്പീഡ്, ഓരോ ഇൻസ്റ്റന്റിലും സ്പീഡ് മാറിക്കൊണ്ടിരുന്നതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അപ്പോൾ എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡെങ്കിൽ ആ ഓരോ നിമിഷത്തെയും സ്പീഡിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അപ്പോൾ എന്താണ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ ടൈം ഇൻ്റർവെല്ലിലുള്ള ആകെ ദൂരത്തിനെ ആകെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു യൂണിഫോം സ്പീഡ് കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് സ്പീഡ്. അപ്പോൾ ആവറേജ് സ്പീഡ് ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് ആവറേജ് സ്പീഡ്. ഓരോ നിമിഷത്തെ സ്പീഡിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. മനസ്സിലാവുണ്ടോ? ഈ ആവറേജ് സ്പീഡിൻ്റെ യൂസ് എന്താണ്? ആവറേജ് സ്പീഡിൻ്റെ യൂസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മോഷനാണ്? നോൺ യൂണിഫോം മോഷനാണ്. അല്ലേ? യൂണിഫോം മോഷനാണോ? അല്ല.
വെലോസിറ്റി കൂടിയും കുറഞ്ഞും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെലോസിറ്റി കൂടിയും കുറഞ്ഞും പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി ഇത്ര ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല. ഇത് എവിടുത്തെ ഇക്വേഷനാണ്? യൂണിഫോം മോഷൻ ഇക്വേഷനാണത്. അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം നോൺ യൂണിഫോം മോഷനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? യൂണിഫോം മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എടുക്കും ആവറേജ് സ്പീഡ്. സോ നോൺ യൂണിഫോം മോഷനെ യൂണിഫോം മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി പരിഗണിച്ചാൽ മതി. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും സെയിം കോൺസെപ്റ്റ് ആണ്. ഇക്വേഷൻ ചെറുതായിട്ട് മാറ്റം ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ്, യൂണിഫോം മോഷൻ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടൈപ്സ് ഓഫ് മോഷൻ പറഞ്ഞു. നമുക്ക് പ്രധാനമായും മോഷൻ ഇത്രയും ടൈപ്സ് ഉണ്ടായിരുന്നു, 4 ടൈപ്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. റെസ്റ്റിനകത്താണെങ്കിൽ ഇക്വേഷൻ എന്താണ്? V which is equal to 0 ആണ് അതിൻ്റെ ബേസിക് ഇക്വേഷൻ. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ആണ്. യൂണിഫോം ആക്സലേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണെങ്കിൽ ആക്സലേഷൻ ഉള്ള ഇക്വേഷൻ ആയിരിക്കണം. ഉണ്ടോ? ആക്സലേഷൻ ഉള്ള ഇക്വേഷൻ ഏതൊക്കെയാണ്? V which is equal to u plus at, s is equal to ut plus half at square, v square which is equal to u square plus 2as. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻസ് ആണല്ലേ. ഈ ഇക്വേഷൻസ് ഒക്കെ എവിടെ ഉപയോഗിക്കേണ്ടത്? യൂണിഫോം ആക്സലേഷൻ ഉള്ള മോഷനിലാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഇക്വേഷൻ എവിടെ ഉപയോഗിക്കേണ്ടത്? അത് യൂണിഫോം മോഷനിലാണ് ഉപയോഗിക്കേണ്ടത്. റെസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? റെസ്റ്റിന്റെ ബേസ് ഇക്വേഷൻ ആണ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 0. റെസ്റ്റ് എന്ന് കണ്ടാൽ ആദ്യം പറയണം വെലോസിറ്റി 0 ആയിരിക്കും. മനസ്സിലായോ? സോ നമ്മളാണെങ്കിൽ ഇപ്പോൾ ആവറേജ് സ്പീഡ് എന്നത് മനസ്സിലാക്കി. എന്താണ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ ആണ് കുഞ്ഞുങ്ങളെ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ നമ്മൾ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. ഓരോ ഇൻസ്റ്റന്റിലും ഓരോ ചെറിയ ഇടവേളകളിലും സ്പീഡ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സ്പീഡോമീറ്റർ എന്താ കാണിക്കുന്നത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് നമ്മുടെ സ്പീഡോമീറ്റർ കാണിക്കുന്നത്. ശരിയല്ലേ? ഓരോ സെക്കൻഡിൽ സ്പീഡ് കൂടുന്നതനുസരിച്ച് സ്പീഡോമീറ്റർ കൂടിയ റീഡിംഗ് കാണിക്കും, സ്പീഡ് കുറയുന്നതനുസരിച്ച് സ്പീഡോമീറ്റർ കുറഞ്ഞ റീഡിംഗ് കാണിക്കും. സോ ഓരോ നിമിഷത്തെ സ്പീഡ് ആര് കാണിക്കും? നമ്മുടെ സ്പീഡോമീറ്റർ കാണിക്കും. സോ സ്പീഡോമീറ്റർ കാണിക്കുന്നത് എന്ത് സ്പീഡാണ്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. മനസ്സിലായോ? TELLA, we simplify learning. For +1, +2, NEET and JEE. Download the app now. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning.